നമസ്കാരം. അമിനാഷ് ഡ്രൈവിംഗ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ഈ വീഡിയോ ചെയ്യുന്നത് വാഹനം ഓടിക്കുന്നവർ വളരെ പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഈ 10 കാര്യങ്ങൾ നമ്മൾ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. അത് വാഹനത്തിനും മറ്റു കംപ്ലൈൻറ്റ് ഉണ്ടാവുകയും നമ്മൾ ഡ്രൈവിംഗ് ചെയ്യുന്ന സമയത്ത് അപകടം ഉണ്ടാകാൻ സാധ്യത കൂടുതലുള്ള വീഡിയോ ആണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഈ ഡിസ്പ്ലേയിൽ കാണുന്ന യെല്ലോ ലൈറ്റ് പോയതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മൾ ഇഗ്നിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഒരു കാരണവശാലും വണ്ടി സ്റ്റാർട്ട് ചെയ്യരുത്. ഇത് മറ്റൊന്നെന്ന് പറയുന്നത്, നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് യാതൊരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ക്ലച്ച് പ്രസ് ചെയ്യാൻ പാടില്ല. അത് വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ക്ലച്ച് ഇറക്കത്തിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്കിൻ്റെ പവർ കുറയും, വണ്ടിയുടെ സ്പീഡ് കൂടാൻ ഓട്ടോമാറ്റിക് വണ്ടി ന്യൂട്രാവും, ഇപ്പോൾ സ്പീഡ് കൂടാൻ ചാൻസ് ഉണ്ട്. മറ്റൊന്ന് പറഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, AC ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും വണ്ടി സ്റ്റാർട്ട് ചെയ്യരുത്. അപ്പോൾ AC ഓഫ് ചെയ്യുക, എന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. AC ഓൺ ചെയ്ത് നമ്മൾ വാഹനം നമ്മൾ ഒരിക്കലും സ്റ്റാർട്ട് ചെയ്ത് AC കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് കൂടുതലാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വളരെ ശ്രദ്ധയോട് കൂടി വേണം വണ്ടി സ്റ്റാർട്ട് ചെയ്യാനും. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ മുൻവശത്ത് നിന്ന് ഒരു പുകയോ എന്തെങ്കിലും വരുന്നത് റേഡിയേറ്ററിൻ്റെ മുകളിൽ നിന്ന് വരുന്നത് കണ്ടാൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു കാരണവശാലും ഇതേപോലെ റേഡിയേറ്ററിൻ്റെ ടോപ്പ് നമ്മൾ ഊരിയെടുക്കരുത്. അഥവാ ഊരി നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. മറ്റൊന്ന് പറഞ്ഞാൽ, ഹെഡ്ലൈറ്റ് ഇട്ട് വെച്ചുകൊണ്ട് യാതൊരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. ഇതുപോലെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റിൻ്റെ ബൾബ് അടിച്ചു പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കുക. ഹെഡ്ലൈറ്റ് ഇട്ടുകൊണ്ട് ഒരിക്കലും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ കാണിക്കുന്നത് അതാണ് വീഡിയോയിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാത്രം ഹെഡ്ലൈറ്റ് ഇടാം. മറ്റൊന്ന് പറഞ്ഞാൽ, സീറ്റ് ബെൽറ്റ് ഇടുന്ന എല്ലാവർക്കും അറിയാമല്ലോ സീറ്റ് ബെൽറ്റ് ഇടണം എന്നുള്ളത്. ഇനി സീറ്റ് ബെൽറ്റ് ഇട്ടതിന് ശേഷം മാത്രമേ നമ്മളെ എയർ ബാഗ് വർക്ക് ചെയ്യുള്ളൂ. എയർ ബാഗാണ് കാണിക്കുന്നത്. അപ്പോൾ ആക്സിഡൻറ്റ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എയർ ബാഗ് വർക്ക് ചെയ്യാതിരിക്കും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. മറ്റൊന്ന്, നമ്മൾ ഇതേപോലെ വളയ്ക്കുന്ന സമയത്ത് യാതൊരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഗിയർ ചേഞ്ച് ചെയ്യാൻ പാടില്ല. മറ്റൊന്ന്, ഇതുപോലെ വൈപ്പർ ഇടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. മഴ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വെള്ളം അടിച്ച് മാത്രമേ വൈപ്പർ ഇടാൻ പാടുള്ളൂ. ഇതുപോലെ ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വൈപ്പർ ഇടുന്ന സമയത്ത് വെള്ളമില്ലാതെ ഒരിക്കലും വൈപ്പർ ഇടരുത്. വൈപ്പർ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് ഇതുപോലെ സ്ക്രാച്ച് വരാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ വൈപ്പർ ഇടാതെ നമ്മൾ വെള്ളം അടിക്കാതെ ഒരിക്കലും വൈപ്പർ ഇടരുത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.